മോർണിംഗ് മിസ്റ്റർ നമ്പ്യാർ. നിങ്ങൾ താമസിച്ചപ്പോ ആളെ വഴിക്ക് വെച്ച് പിടിക്കാമെന്ന് കരുതി. മോളെ, ഞാൻ ഇപ്പോഴാ ഓർക്കുന്നത്, നീ അന്വേഷിച്ച കാര്യത്തിന് ഈ അങ്കിൾ മതിയോ? മുൻ MLA പദവിയുണ്ട്. എന്താ കാര്യം? ഇവൾ കോളേജ് യൂണിയൻ ചെയർമാൻ ആണല്ലോ. അതിന്റെ ഫൈൻ ആർട്സിന്റെ ഡാഡി. യെസ്, ഫൈൻ ആർട്സിന്റെ ഉദ്ഘാടനത്തിന് ഒരാളെ വേണം. ഒന്ന് സഹായിക്കാമോ? ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാർ വേണ്ട, സിനി ആർട്ടിസ്റ്റ് ആരെങ്കിലും മതി. സിനിമക്കാരാണല്ലോ ഇപ്പോഴത്തെ വലിയ രാഷ്ട്രീയക്കാർ. അത് നേരാ. അമിതാഭ് ബച്ചനും വൈജയന്തിമാരും MGRും. അപ്പോ മോളെ, നിന്നെ ആരാ വിളിക്കുന്നു ഫോണിൽ? ഒരു രഘു. ആരാത്? ഓ, ഞങ്ങളുടെ കോളേജ് സെക്രട്ടറിയാ. മിസ്റ്റർ നമ്പ്യാർ, അകത്തേക്കിരുന്ന് സംസാരിക്കാം. വേണ്ട, ഞങ്ങൾ പോവേ. മിസ്റ്റർ നമ്പ്യാർ വരൂ, എനിക്ക് ചിലത് പറയാനുണ്ട്. എത്ര തവണ ഞാൻ വിളിച്ചെന്നറിയൂ? ഞാനെന്ന് വന്നേ ഉള്ളൂ. ഒരു ചെറിയ ബിസിനസ് സ്റ്റോർ സിംഗപ്പൂർ വരെ കൊണ്ടുവന്നതോ. ഇങ്ങോട്ട് വരൂ, കാണിച്ചു തരാം. ഹോട്ടലിലൊന്നും ഞാൻ വരില്ല. ഡാഡി ഉണ്ട് അപ്പുറത്ത്. അന്ന് പറഞ്ഞ വീഡിയോ കാസറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈവറെ അയച്ചോളൂ, റിസപ്ഷൻ കൊടുക്കാം. ഉണ്ടാവില്ല, പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ. ആരെ സിംഗപ്പൂരിൽ നിന്ന് വന്നത്? ഞാൻ തന്നെ. ബിസിനസ് കാരണം വയനാട്ടിലെ ഒരു എസ്റ്റേറ്റ് ഉടമയായ മിസ്റ്റർ രഘു സിറ്റിയിൽ വരുമ്പോൾ ഈ ഹോട്ടലിൽ താമസിക്കുന്നു. അല്ലാതെ ഇവിടുത്തെ മാനേജറാണെന്ന് പറഞ്ഞാൽ വീഴുന്ന മുതലല്ല. ഏതാ പാർട്ടി? പുറത്തു പറയരുത്. ദാസപ്പൻ മുതലാളിയുടെ മകൾ ഇസ് ഓൺലി ഡോട്ടർ മിസ് രതി. എങ്ങനെ സാധിച്ചെടുത്തടാ? ബൈ ചാൻസ്. നമ്മുടെ ബാംഗ്ലൂർ പാർട്ടി ടിറ്റുവിന് സ്കോച്ച് വിസ്കി വാങ്ങാൻ അവന്റെ സ്പോർട്സ് കാറുമായി ഞാൻ ഇറങ്ങുന്നു. ബീച്ച് വഴി മടങ്ങുമ്പോൾ ഈ രതിയെ കാണുന്നു. ലിഫ്റ്റ് കൊടുക്കുന്നു, ആ പരിചയം തുടരുന്നു. എവിടെ വരെയായി? ടെലിഫോൺ. അത്രേ എത്തിയുള്ളൂ. സർ, യെസ്. ഞങ്ങൾക്കൊരു വീട് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോ നാളെ അങ്ങോട്ട് മാറിയേക്കും. തീരുമാനിച്ചോ? മിസ് ഷേളി, ഇന്ന് വരെ ഹോട്ടലിൽ താമസിച്ച ഒരു ക്യാബിൻ ആർട്ടിസ്റ്റും പുറത്ത് താമസിച്ചിട്ടില്ല. ഇവിടെ എന്താ കുഴപ്പം? കിട്ടുന്ന കാശ് ഈ ഹോട്ടൽ ഭക്ഷണത്തിന് തന്നെ ചെലവാകും. വെച്ചുണ്ടാക്കാൻ സൗകര്യമില്ല. അലക്കാൻ വരെ പുറത്തു കൊടുക്കണം. എനിക്കത് പറ്റില്ല. എങ്കിൽ പ്രൊപ്പറേറ്ററോട് ചോദിക്കൂ. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇവിടെ വരാറുണ്ടോ? ചിലപ്പോൾ. അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. ഞാൻ പറയാം. പറഞ്ഞേക്കൂ, ഞാൻ മാറിയെന്നു. പറഞ്ഞോടി, ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കണം. 2000 ചോദിച്ചത്. ഞാൻ പറഞ്ഞ 1000 ഒതുക്കിയതാ. കാശുണ്ടാ? 1000 രൂപയോ? പിന്നെ വീട്ടിലേക്ക് അയക്കാൻ ഉണ്ടാവില്ല. ഉണ്ടാക്കാൻ നിനക്ക് മനസ്സിലാഞ്ഞിട്ടില്ലേ? നിന്റെ കൂടെ ജോലി ചെയ്തവർക്കൊക്കെ സ്വന്തം കാറും ബംഗ്ലാവുമായി. നീ വാടക വീട് അന്വേഷിക്കുന്നു. അപ്പാ മതി. എന്നും ഇത് തന്നെ പറയുന്നത് എന്തിനാണ്? എന്നാ കാശുതാ. ഇന്ന് കാലത്ത് എന്റെ തല ചുറ്റി. കുടി അധികമായിട്ടാ? അല്ലടി, പ്രഷറാ. ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങണം. ഒരു 100 രൂപയെങ്കിലും വേണ്ടി വരും. കാണില്ലേ? കാണും. ഇതാ മുഴുവൻ എടുത്തോളൂ. മൂപ്പം പറഞ്ഞാൽ നിനക്ക് പണി ഉറപ്പിച്ച്. പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തിലെ മുതലാളി ഫിസിക്കാണ്. എന്നാലും സ്ഥിരമായിട്ടൊരു ജോലി. അതാ മൂപ്പം വിളിക്കും. ശരി. സർക്കാരിൽ നിന്ന് ലോൺ കിട്ടാതെ ഇനി ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കടക്കാരുടെ ശല്യം വേറെ. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടെ മുടങ്ങിക്കിടക്കുന്നത്. അതിലേറെ ഞാൻ പലിശ കൊടുത്തു കഴിഞ്ഞു. ബെൻസ് കാറ്, വലിയ ബംഗ്ലാവ്, കാണുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ഇതെവിടെ ചെന്ന് നിൽക്കും? ഒക്കെ നമുക്ക് ശരിപ്പെടുത്താമെന്നേ. മുതലാളി, ഇവൻ ബാബു. ചെറുപ്പത്തിൽ നമ്മളെ കൊപ്പരക്കാലത്തിൽ നിന്നതാ. കാക്കയാട്ട കണ്ടിട്ടുണ്ട്. എന്താ? വീട്ടിലേക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. നാളെ തൊട്ട് അയച്ചോളൂ. വീട്ടുപണിക്ക് തന്നെ? അല്ലടാ, പുറംപടിക്ക്. നോക്ക്, കുരുത്തം പോലെ നിന്നാൽ ഈ കമ്പനി തുറക്കുമ്പോ നിനക്ക് ഇവിടെ കയറാം. മൂപ്പം പറഞ്ഞ നേരാ. നീ വാടാ, എനിക്കൊരു കൂട്ടായി. അല്ല, നാളെ മുതൽക്ക് ഈ പോവൂ. പിന്നെ നീ KD ഹൗസിൽ കണ്ടോ? അവന് ജയിലിൽ വിട്ടു. എപ്പോ? ഇന്ന് കാലത്ത് അവൻ കണ്ണൂരിന്ന് വന്നത്. ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടണം. പിന്നെ നീ വാസുവിനെ കണ്ട് വിവരം പറഞ്ഞേ. ജയിലില് ഈ ഒരു ബീഡിക്ക് 50 പൈസയാ. കഞ്ചാവിനാണെങ്കിൽ 1-2 രൂപ കൊടുക്കണം. ജയിലില് കഞ്ചാവോ? കാശ് കൊടുത്താൽ അവിടെ എന്തും കിട്ടും. എന്നെ പോലെ കുത്തുകേസ് പ്രതികൾക്ക് കിഴിവുണ്ട്. കാരണം വാർഡൻ മുതൽ സൂപ്രണ്ട് വരെ ഞങ്ങളെ പേടിയാ. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല. ചുമ്മാ തിന്നു കൂട്ട.
തീറ്റ എങ്ങനെ? കാലത്ത് കട്ടൻ, കക്കൂസിൽ പോയി പല്ല് തേച്ച് വന്നാൽ പൂരി അല്ലെങ്കിൽ ചപ്പാത്തി, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ സ്റ്റൂവോ എന്തെങ്കിലും മസാലക്കറിയോ. ഉച്ചയ്ക്ക് ചോറ്, ഇന്ന് മീനാണെങ്കിൽ നാളെ ഇറച്ചി. വയറ് നിറച്ച് കിട്ടുവോ? ഇഷ്ടം പോലെ. ഓ, ഇവിടത്തേക്കാൾ ജോലിയാണ് ജയിലില്. ആ, എന്താ സംശയം? ഒരു കുത്ത് നടത്തി നീയും ജയിലിൽ പോയി നോക്ക്. നീയൊക്കെ ക്ഷീണിച്ചു പോയല്ലോ വാസു. ക്ഷീണം തീർക്കാൻ സീതിക്കാനെ കാത്തിരിക്കുക. കൈ കാശൊന്നുമില്ല. കേസിന് വേണ്ടി ഞാൻ കുറെ ചെലവിട്ടതാ. കണക്കൊക്കെ പിന്നെ പറയാം, ഉണ്ടെങ്കിൽ ഒരു 100 രൂപ. ഈ കണക്കിന് നീ അവിടെ തന്നെ കിടന്നാ മതിയായിരുന്നു. പപ്പു വരാന്ന് പറഞ്ഞു. ചാർലിയും കൂട്ടണം. എല്ലാരും വരി, നമുക്കിന്ന് ജോലിയാവണം. ആടി ഇടി കുടി പേടി. എടാ ബാബു, നീ ഇങ്ങനെ വാശി പിടിച്ച് വെട്ടി നുറുക്കിയാലേ പണി കൂടും. ഇത് തീർത്താ പട്ടിയെ കുളിപ്പിക്കാൻ പറയും, അല്ലെങ്കിൽ ടാങ്ക് കഴുകാൻ പറയും. ഇവിടെ ആരും വെറുതെ ഇരിക്കുന്ന അയമ കണ്ടുകൂടാ. എനിക്ക് ജോലി ചെയ്യുന്നതാ ഇഷ്ടം. ആ, എന്നാ നോക്കിക്കോ. പുതുക്കത്തിൽ ഞാനും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഓടി തളർന്നുപോയി. കമ്പനി, ബാങ്ക്, ടൂറ്, പാർട്ടി, നേരം വെളുക്കുന്ന വരെ മുതലാളിമാര് തിന്നും കുടിച്ചും അകത്തങ്ങനെ ഇരിക്കും. നമ്മൾ ഉറക്കൊഴിഞ്ഞ് പുറത്ത് ഇങ്ങനെ ഇരിക്കുക. എപ്പോഴും ഇറങ്ങി വരിക എന്നുള്ള അറിയില്ലല്ലോ. അതൊക്കെ സഹിക്കുക. നീ ഞാൻ പറഞ്ഞു കേൾക്കണില്ലേ? ഇടയ്ക്ക് മുതലാളി ഇഷ്ടക്കാർക്ക് കാറ് വിട്ടുകൊടുക്കും. പുള്ളിക്കെന്തെങ്കിലും കാര്യം നേടാനാണ്. ഞമ്മക്കാണ് വരാം. ചില ആഫീസർമാരും രാഷ്ട്രീയക്കാരൊക്കെയാണ് പാർട്ടി. കല്യാണം, ചോറൂണ്, ഓന്റെ അമ്മന്റെ പിണ്ണം വയ്ക്കാൻ ഗുരുവായൂർ, പഴനി, രാമേശ്വരം രാപ്പകലാതെ വണ്ടി ഓടിച്ചു കൊടുക്കണം. വണ്ടി ബെൻസാണെങ്കിലും ഓടിക്കുന്നത് മനുഷ്യനാണെന്ന് അവർ വിചാരിക്കില്ല. താഴ്ച 10 ആളും മേടിച്ചല്ലേ ഹരിതവാസികൾ. ഓ, ചാറ്റായി. പിന്നെ KDOS ഒന്ന് കളിയിടുന്നുണ്ട്. നീ ജോലി കഴിഞ്ഞ് പോകുമ്പേ ഒരു കൈ വെച്ചോളൂ. ഞാനില്ല അവന്മാരോട് കളിക്കാൻ. എടാ, അവൻ ജയിലിൽ നിന്ന് വന്നല്ലുള്ളൂ, കൈ കാശൊന്നുമില്ല, ഒന്ന് സഹായിച്ചോട്. ഞാൻ പോട്ടെ. ആ, പപ്പേട്ടന് മരുന്ന് വാങ്ങിച്ചോണ്ട് വരണം, ഇഞ്ചക്ഷൻ. ഈ മരുന്നൊന്നും പറഞ്ഞ് കുട്ടി എന്താ കുത്തി കയറ്റുന്നുള്ളൂ എനിക്കറിയാം. ഇങ്ങനെ പോയാലേ ഒടുവിൽ ഭ്രാന്താവുന്ന നാട്ടുകാർ പറയുന്നു. ഉപദേശം ഒന്നും വേണ്ട. ആ, ഒടുവിൽ കുറ്റന്റെ വരില്ലേ? പറയാൻ അനുസരിക്കുന്നുണ്ടോ നിങ്ങള്? എന്തോ പപ്പു, ഓ, നീ എന്തെടുക്ക അവിടെ? വാടോ, 9 മണിക്ക് ചെല്ലാന്ന് പറഞ്ഞ് വക്കീലവിടെ കാത്തിരിക്കാവൂ. ഇയാളോട് പുതിയതായി ജോലിക്ക് വന്ന ആളാണോ? അതെ. എന്താ പേര്? ബാബു. ഞാൻ രതി, ദാസപൊങ്ങാലയുടെ മോളാ. താൻ ജിംനേഷ്യത്തിൽ പോകാറുണ്ടോ? എവിടെ? ആ തടി തനിക്ക് പൊക്കാവോ? ഒന്ന് പിടിച്ചെന്നാൽ. തനിച്ചൊന്ന് പൊക്കിയേ കാണട്ടെ. ഗുഡ്. ഇനി ഒന്ന് തിരിഞ്ഞേ. ആ, ഇനി താഴെ ഇട്ടോ. See you.